ഏപ്രിൽ 29 അന്താരാഷ്ട്ര നൃത്ത ദിനം. ആടാനും പാടാനും ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാകില്ല. വർണ്ണപ്പകിട്ടാർന്ന വേഷങ്ങൾ, വശ്യതയാർന്ന ചലനങ്ങൾ, മനം മയക്കുന്ന സംഗീതം, മേളക്കൊഴുപ്പ്, നൃത്തത്തെ മനസ്സിലേറ്റാൻ ഇതൊക്കെ തന്നെ ധാരാളമാണ്. വാദ്യ താള പശ്ചാത്തലങ്ങളുടെ അകമ്പടിയോടെ ആംഗികമായുള്ള രസാവിഷ്കരണം. നൃത്തത്തിന് ഒരു കാലത്തുണ്ടായിരുന്ന നിർവചനം ഇങ്ങനെയായിരുന്നു: ആരാധനയുടെയും വിശ്വാസങ്ങളുടെയും ഭാഗമായി ഉണ്ടായ കൂട്ടായ്മകളിലാണ് ആദ്യകാലങ്ങളിൽ നൃത്തം അവതരിപ്പിക്കപ്പെട്ടിരുന്നത്. നിയതമായ രൂപഭാവങ്ങളോ താളക്രമങ്ങളോ ഇല്ലാതെയായിരുന്നു അവതരണങ്ങൾ. വികാര ആവിഷ്കരണത്തിനുള്ള ഉപാധി മാത്രമായിരുന്നു അന്ന് നൃത്തം ചെയ്യൽ. ജനനം, വിവാഹം, പ്രായപൂർത്തിയാകൽ, മരണം തുടങ്ങിയവയോട് അനുബന്ധിച്ചും ചില വിഭാഗക്കാർ നൃത്ത അവതരണം നടത്തി. കൃഷി, യുദ്ധം എന്നിവയുമായി ബന്ധപ്പെട്ട് മറ്റു ചിലരും, ഇനി മറ്റൊരു കൂട്ടർക്ക് ദേവതാ പ്രീതിക്കും ദുർദേവതകളെ അകറ്റി നിർത്താനുമുള്ള വഴിയായിരുന്നു നൃത്തം. ആസ്വാദകരും അവതാരകരും ഏറിയതോടെ നൃത്തകല രൂപം മാറി തുടങ്ങി. നിശ്ചിതമായ ചലനങ്ങളിലേക്ക്, താളമേള ക്രമങ്ങളിലേക്ക് അത് ചുവടുവെച്ചു. കാലാനുസൃതമായ മാറ്റങ്ങളായിരുന്നു അവയെല്ലാം. ഏറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന മേഖലയാണ് ഇന്ന് നൃത്തം. വേഷവിധാനങ്ങളിൽ, പശ്ചാത്തല സംഗീതത്തിൽ, ചലനങ്ങളിൽ, കലാസംയോജനത്തിൽ ഒക്കെ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരു സാംസ്കാരിക ചിഹ്നമായി ഇന്ന് നൃത്തം മാറി. വിനോദ ഉപാധി, കലാരൂപം എന്നീ നിലകളിൽ മാത്രമല്ല ഇന്ന് നൃത്തത്തെ കണക്കാക്കുന്നത്. ചിലർക്കത് നല്ലൊരു വ്യായാമ മുറ കൂടിയാണ്. തടി കുറയ്ക്കാനും വിഷാദ രോഗം അകറ്റാനുമുള്ള മാർഗമായി ചില ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത് നൃത്തം ചെയ്യാനാണ്. നൃത്തം ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയതോടെ നൃത്തത്തിനായും ഒരു ദിനം യുനെസ്കോ മാറ്റിവെച്ചു. അതാണ് ഏപ്രിൽ 29, അതായത് ഇന്ന്. യുനെസ്കോയുടെ നേതൃത്വത്തിലുള്ള ഇന്റർനാഷണൽ ഡാൻസ് കൗൺസിലാണ് ഫ്രഞ്ച് നർത്തകനും ആധുനിക നൃത്തരൂപങ്ങളുടെ പരിഷ്കർത്താവുമായ ഴാങ് ജോർജ് നോവറിൻ്റെ ജന്മദിനം നൃത്തദിനമാക്കിയത്. ബാലയുടെ സൃഷ്ടാവായി കണക്കാക്കുന്ന നോവർ ജീവിച്ചിരുന്നത് ഫ്രഞ്ച് നവോത്ഥാന കാലഘട്ടത്തിലാണ്. തൻ്റെ പ്രവർത്തന മേഖലയിൽ പുതുചിന്തകൾ കൊണ്ടുവരാനും ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനും നോവറിന് കഴിഞ്ഞു. അക്കാലത്ത് നിലനിന്നിരുന്ന നൃത്ത സമ്പ്രദായങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ടു തന്നെയാണ് നോവർ പുതുപാതകൾ വെട്ടിത്തുറന്നത്. 1982 ഏപ്രിൽ 29 മുതലാണ് ലോക നൃത്ത ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ആവിഷ്കൃതവും കാലാന്തരത്തിൽ ഏറെ സംസ്കരിക്കപ്പെട്ടതുമായ ഒരു കലാരൂപത്തിനുള്ള അംഗീകാരമെന്ന നിലയിലാണ് നൃത്ത ദിനാചരണത്തിന് യുനെസ്കോ തുടക്കമിട്ടത്. നൃത്ത ആസ്വാദന ശേഷിയുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാനും വൈജ്ഞാനിക മേഖലയിൽ നൃത്തത്തിന് കൂടുതൽ പ്രാധാന്യം ഉറപ്പാക്കാനും ഈ ദിനാചരണം വഴി ലക്ഷ്യമിടുന്നു. നൃത്തം ആചാരങ്ങളുമായി കെട്ടുപിണഞ്ഞു കിടന്നിരുന്ന ഒരു കാലത്ത്, സൂര്യചന്ദ്രന്മാരും അഗ്നിയും വൃക്ഷങ്ങളും നാഗങ്ങളും ആരാധനാമൂർത്തികളായിരുന്ന കാലത്ത് അവരെ പ്രീതിപ്പെടുത്തുന്നതിനായി നൃത്ത അവതരണം നടത്തിപ്പോന്നു. യുദ്ധത്തിൽ വിജയം നേടാനും കൃഷിയിൽ മികച്ച വിളവ് ലഭിക്കാനുമൊക്കെ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിയായി അന്നുള്ളവർ നൃത്തത്തെ കണ്ടു. താളമേളങ്ങൾ, വാക്കുകൾ എന്നിവ ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെടുന്ന രീതിയാണ് അന്ന് പിന്തുടർന്നു പോന്നത്. നിശ്ചിത നിയമങ്ങളും ചിട്ടവട്ടങ്ങളും ക്രമേണ ഉണ്ടായി. ഓരോ ജനതയും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് നൃത്തരൂപങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു. ആരാധനാ കേന്ദ്രങ്ങളോട് ചേർന്ന സ്ഥലങ്ങൾ നൃത്ത സംഗീത അവതാരകരുടെ താമസത്തിനായി മാറ്റിവെച്ചിരുന്നു. പ്രാചീന ഈജിപ്റ്റായിരുന്നു മതപരമായ നൃത്തങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിയിരുന്ന രാജ്യം. ദേവതകൾ, പ്രപഞ്ച വസ്തുതകൾ എന്നിവയെ അടിസ്ഥാനമാക്കിയ കഥകളാണ് അവർ നൃത്തരൂപത്തിൽ അവതരിപ്പിച്ചിരുന്നത്. അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടും ചിലർ നൃത്തം അവതരിപ്പിച്ചു. പ്രത്യേക ചലനങ്ങളോടെയുള്ള പന്തുകളി മേഘങ്ങളെ സ്വാധീനിക്കുമെന്നും മഴ പെയ്യുമെന്നും പഴയകാലത്ത് മൊറോക്കോയിൽ വിശ്വാസമുണ്ടായിരുന്നു. മരണവുമായി ബന്ധപ്പെട്ട് മംഗോളിയക്കാർക്ക് പിശാച് നൃത്തം പ്രധാനമായിരുന്നു. ശവസംസ്കാര ചടങ്ങുകളോട് ബന്ധപ്പെട്ട നൃത്ത അവതരണം ഇന്നും മിക്ക രാജ്യങ്ങളിലുമുണ്ട്. അമേരിക്ക, ശ്രീലങ്ക, ഇന്ത്യ, സ്പെയിൻ, അയർലൻഡ്, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ ചില വിഭാഗക്കാർ ആത്മാവിൻ്റെ സ്വർഗപ്രാപ്തിക്കായാണ് ശവസംസ്കാര നൃത്തം അവതരിപ്പിച്ചിരുന്നത്.
ബെൽജിയത്തിൽ പ്രധാന ചടങ്ങുകൾക്ക് മുന്നോടിയായി ഭാഗ്യ നൃത്ത അവതരണമുണ്ട്. വേട്ടയ്ക്ക് പോകുമ്പോൾ ഐവറി കോസ്റ്റിലെ ചില ജനവിഭാഗങ്ങൾക്ക് വേട്ട നൃത്തം ഒഴിവാക്കാനാവാത്തതായിരുന്നു. തൂവലുകൾ കൊണ്ട് ചമയങ്ങൾ തീർത്ത് ഓസ്ട്രിയയിലെ ആദിമവാസികൾ സർപ്പനൃത്തം ചെയ്തിരുന്നു. ഇന്തോനേഷ്യയിലെ ചില ജനവിഭാഗങ്ങൾ ജനന നൃത്തവും ഓസ്ട്രേലിയക്കാർ യൗവന നൃത്തവും ഹവായ്, ഉഗാണ്ടോ എന്നിവിടങ്ങളിലുള്ളവർ വിവാഹ നൃത്തവും ഇന്നും ചെയ്യുന്നുണ്ട്. പഴയകാലത്ത് കോങ്കയിലുള്ളവർക്ക് യുദ്ധനൃത്തം നിർബന്ധമായ ചടങ്ങ് തന്നെയായിരുന്നു. ഇറ്റലിയുടെ ദക്ഷിണ തീരത്തുള്ളവർക്ക് ഭയമുണ്ടാക്കിയിരുന്ന ജീവിയാണ് ചിലന്തി. ചിലന്തി കടിച്ചാൽ വിഷബാധ ഏൽക്കാതിരിക്കാൻ അവർ ടാറന്റല എന്ന നൃത്തം അവതരിപ്പിച്ചിരുന്നു. വിവാഹവേളകളിലും ഈ നൃത്തത്തിന് പ്രാധാന്യമുണ്ടായിരുന്നു. കാലക്രമത്തിൽ ദേശാന്തരങ്ങൾക്കനുസരിച്ച് നൃത്തരൂപങ്ങൾ വ്യത്യസ്തമായി വളർന്നു. ആചാരങ്ങളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും സമൂഹ മധ്യത്തിലേക്ക് നൃത്തം ചുവടുവെച്ചു. അതോടെ ആസ്വാദനത്തിന് പ്രാധാന്യം കൈവന്നു. ആകർഷണീയത പ്രധാന ഘടകമായി. വേഷം, സംഗീതം, വാദ്യ ഉപകരണങ്ങൾ, ചുവടുകൾ എന്നിവ രൂപം മാറി. ദേശങ്ങൾ തമ്മിലുള്ള അടുപ്പം കൂടിയത് കലാപരമായ വിനിമയവും എളുപ്പമാക്കി. വിവിധ രാജ്യങ്ങളിൽ വളർന്നു വന്ന നൃത്തരൂപങ്ങൾ നമുക്ക് പരിചയപ്പെടാം. വ്യാളി നൃത്തം ചൈനയുടെ തനത് നൃത്തരൂപങ്ങളിൽ ഒന്നാണ്. സിംഹ നൃത്തം എന്ന പേരിലും അറിയപ്പെടുന്ന വ്യാളി നൃത്തം. ചൈനക്കാർ പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് ഈ നൃത്തം അവതരിപ്പിക്കപ്പെടാറുണ്ട്. വ്യാളി അവർക്ക് നന്മയുടെയും ഭാഗ്യത്തിൻ്റെയും പ്രതീകമാണ്. ഇന്ത്യയിലെ ചില പ്രദേശങ്ങളിലും വ്യാളി നൃത്തം അവതരിപ്പിക്കപ്പെടാറുണ്ട്. പ്രത്യേക പരിശീലനം ലഭിച്ചവർ അലങ്കരിച്ച വ്യാളി രൂപത്തെ ചലിപ്പിക്കുന്നതാണ് നൃത്തത്തിൽ പ്രധാനം. ചെണ്ടയാണ് പശ്ചാത്തല വാദ്യോപകരണം. ടാപ്പ് നൃത്തം ഒറ്റയ്ക്കും കൂട്ടായും അവതരിപ്പിക്കുന്ന ഒരു നൃത്തരൂപമാണ് ടാപ്പ് ഡാൻസ്. ഷൂവിനടിയിൽ ഘടിപ്പിച്ച പ്രത്യേകതരം ലോകകഷണങ്ങൾ കൊണ്ട് നിലത്ത് ശബ്ദമുണ്ടാക്കിയാണ് നൃത്തം അവതരിപ്പിക്കുക. അമേരിക്ക, ആഫ്രിക്ക എന്നിവിടങ്ങളിലാണ് പ്രധാനമായും ഈ നൃത്തം അവതരിപ്പിച്ചിരുന്നത്. വിവിധ രാജ്യങ്ങളിൽ അവതരിപ്പിച്ചിരുന്ന വ്യത്യസ്തങ്ങളായ നൃത്തങ്ങളുടെ സ്വാധീനം ഉൾക്കൊണ്ട കലാരൂപമാണ് ടാപ്പ് ഡാൻസ്. കേക്കാക് നൃത്തം രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള നൃത്തരൂപങ്ങളിൽ ഒന്നാണിത്. ബാലിക്കാർ അവതരിപ്പിക്കാറുള്ള ഈ നൃത്തരൂപത്തെ അഗ്നി നൃത്തമെന്നും വിളിക്കാറുണ്ട്. 1930 കാലഘട്ടത്തിലാണ് കേക്കാക് നൃത്തം രൂപമെടുത്തത്. സംഗീത പശ്ചാത്തലം നിർബന്ധമില്ല. രാമൻ, സീത, രാവണൻ, ലക്ഷ്മണൻ, ഹനുമാൻ, സുഗ്രീവൻ തുടങ്ങിയ രാമായണ കഥാപാത്രങ്ങൾ തന്നെയാണ് കേക്കാക് നൃത്തങ്ങളിലൂടെയും ആവിഷ്കരിക്കപ്പെടുന്നത്. രാമൻ്റെയും സീതയുടെയും വനവാസകാലവും രാമരാവണ യുദ്ധത്തിൻ്റെ ഭാഗങ്ങളുമാണ് പ്രധാനമായും ആവിഷ്കരിക്കപ്പെടുന്നത്. ആൾക്കൂട്ടത്തിന് നടുവിൽ നിലയുറപ്പിച്ച മുഖ്യ കഥാപാത്രം കഥ പറയുന്ന തരത്തിലാണ് കേക്കാക് നൃത്തത്തിൻ്റെ അവതരണം. ബാരങ്, ലഗോങ് എന്നീ നൃത്തങ്ങളും ബാലിയിലുള്ളതാണ്. സൽസ ക്യൂബയാണ് സൽസ നൃത്തത്തിൻ്റെ ജന്മദേശം. എന്നാൽ ഇന്ന് ഏഷ്യ, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്പ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെല്ലാം സൽസ നൃത്തം പ്രശസ്തമാണ്. ഒറ്റയ്ക്കും ജോഡികളായും സൽസ നൃത്തം അവതരിപ്പിക്കപ്പെടാറുണ്ട്. ബ്രേക്ക് ഡാൻസ് വിഖ്യാത പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രേക്ക് ഡാൻസിൻ്റെ പ്രശസ്തി. ശാരീരിക അധ്വാനവും വഴക്കവും ഏറെ വേണ്ട നൃത്തരൂപമാണിത്. അറ്റ്ലാന്റിക് സ്റ്റൈൽ സ്ട്രീറ്റ് ഡാൻസ് എന്നും ഇതിനെ വിശേഷിപ്പിക്കാറുണ്ട്. വ്യക്തിപരമായ ശൈലികൾ വ്യത്യസ്തമാക്കിയ കലാരൂപമാണിത്. ഓരോ രാജ്യത്തും വിവിധ തരം കൂട്ടിച്ചേർക്കലുകളാണ് ബ്രേക്ക് ഡാൻസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബെല്ലി ഡാൻസ് ചുവടുകളിലെ വ്യത്യസ്തത കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച നൃത്തരൂപമാണ് ബെല്ലി ഡാൻസ്. അറബ് മണലാരണ്യങ്ങളിലെ റാക്സ് ഷാർക്ക് നൃത്തത്തിന് പാശ്ചാത്യ നാടുകളിൽ നൽകിയ പേരാണ് ബെല്ലി ഡാൻസ്. എന്നാൽ സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും അനുയോജ്യമായ നൃത്തരൂപമായി ഇന്ന് ബെല്ലി ഡാൻസിനെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ നൃത്തം ഒരു വ്യായാമ മുറയായി പരിശീലിപ്പിക്കുന്ന ഡാൻസ് ഫ്ലോറുകളിൽ ബെല്ലി ഡാൻസിന് നല്ല പ്രാധാന്യമാണ് ലഭിക്കുന്നത്. അറബിക് ഡാൻസ്, മിഡിൽ ഈസ്റ്റേൺ ഡാൻസ് എന്നീ പേരുകളിലും ബെല്ലി ഡാൻസ് അറിയപ്പെടുന്നുണ്ട്. സാംബ നൃത്തം ആഫ്രോ ബ്രസീലിയൻ കലാരൂപമാണ് സാംബ നൃത്തം. ബ്രസീലിലെ തെരുവാഘോഷമായ കാർണിവലിൻ്റെ ഭാഗമായാണ് സാംബ നൃത്തം പ്രശസ്തമായത്. ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിലാണ് സാംബ അവതരണം.
വർണ്ണാഭമാണ് സാംബയുടെ ആകർഷണം. ഒരു കാൽമുട്ട് മാത്രം മടക്കിയാണ് സാംബ അവതരിപ്പിക്കാറ്. കാബൂക്കി നൃത്തം. ആട്ടവും പാട്ടുമെന്നാണ് കാബൂക്കി എന്ന പദത്തിൻ്റെ അർത്ഥം. ജപ്പാനിലെ പ്രശസ്തമായ നൃത്ത നാടക രൂപമാണ് കാബൂക്കി. യുനെസ്കോയുടെ പൈതൃക സംരക്ഷണ പട്ടികയിൽ ഉൾപ്പെടുത്തിയ കലാരൂപം കൂടിയാണ് ഇത്. ഒരേ സമയം 2 വേദികളിലായാണ് കാബൂക്കി അവതരിപ്പിക്കാറ്. ഈ വേദികൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കും. ഒരു കാലത്ത് അപ്രത്യക്ഷമായ കാബൂക്കി പിന്നീട് നിരന്തര പരിശ്രമഫലമായി പുനർജീവിപ്പിക്കപ്പെട്ടു. ഇപ്പോൾ ഇംഗ്ലീഷിലും കാബൂക്കി അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഇനി ചില ഇന്ത്യൻ നൃത്തങ്ങൾ. ഭരതനാട്യം. ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപമാണ് ഭരതനാട്യം. ഭരതമുനിയുടെ നാട്യശാസ്ത്ര അടിസ്ഥാനത്തിലുള്ള മുഖ്യ നൃത്തരൂപമായി ഭരതനാട്യത്തെ കണക്കാക്കുന്നു. ദാസിയാട്ടം എന്ന പേരിലാണ് ഭരതനാട്യം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലാണ് ഇതിൻ്റെ ഉത്ഭവം. തഞ്ചാവൂരിലെ ചിന്നയ്യ സഹോദരന്മാരാണ് ഭരതനാട്യത്തിന് പുതിയ മുഖം നൽകിയതെന്ന് വിശ്വസിക്കപ്പെടുന്നു. അഭിനയ ദർപ്പണമാണ് ഭരതനാട്യത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം. ചലിക്കുന്ന കാവ്യമെന്ന വിശേഷണത്തിന് അർഹമായ നൃത്തരൂപവും ഭരതനാട്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴയ നാട്യരൂപവും ഇതുതന്നെയാണ്. ബിഹു. ഉത്സവവേളകളിൽ ആസാമിൽ അവതരിപ്പിച്ചിരുന്ന നൃത്തരൂപമാണ് ബിഹു. ആസാമിലെ ദേശീയ ഉത്സവത്തിൻ്റെ പേരും ബിഹു എന്നാണ്. കൂട്ടിവെച്ച വിറക് കത്തിച്ച് അതിനു ചുറ്റും സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ച് നിന്നാണ് നൃത്തം ചെയ്യുക. പരമ്പരാഗതമായ ആസാമീസ് വസ്ത്രങ്ങളാണ് അപ്പോൾ ധരിക്കുക. പ്രണയത്തിൻ്റെ പ്രതീകമായി കണക്കാക്കിയിരുന്ന നൃത്തരൂപമാണ് ഇത്. പുതുവർഷത്തെ വരവേൽക്കാനും മികച്ച വിളവ് ലഭിക്കാനും ബിഹു നൃത്തം ചെയ്തു വരുന്നു. മണിപ്പൂരി. രാധാകൃഷ്ണ പ്രേമത്തിൻ്റെ ഭാവം തുളുമ്പുന്ന നൃത്തരൂപമാണ് മണിപ്പൂരി. മണിപ്പൂരിലാണ് വികാസം പ്രാപിച്ചത്. ആധുനിക ലോകത്തിന് ഈ നൃത്തരൂപം പരിചയപ്പെടുത്തുന്നതിൽ രവീന്ദ്രനാഥ ടാഗോർ പ്രധാന പങ്ക് വഹിച്ചു. മധുര സംഗീതവും നൃത്തവും അഭിനയവും മണിപ്പൂരി നൃത്തത്തിൻ്റെ പ്രത്യേകതയാണ്. കഥക്. ഉത്തർപ്രദേശിലെ പ്രധാന കലാരൂപങ്ങളിൽ ഒന്നാണ് കഥക്. കഥ പറയുന്ന ആളെയാണ് കഥക് എന്ന പേര് കൊണ്ട് വിശേഷിപ്പിക്കുന്നത്. കഥകളിലെ പോലെ കഥകൾ ആടിക്കാണിക്കുന്നത് കൊണ്ടാണ് കഥക് എന്ന് ഈ കലാരൂപത്തിന് പേര് വന്നത്. നവാബ് വാജിദ് അലി ഷാ, പണ്ഡിറ്റ് താക്കൂർ പ്രസാദ് എന്നിവരാണ് കഥകിൻ്റെ ആധുനിക രൂപത്തിൻ്റെ സൃഷ്ടാക്കൾ. ശ്രീകൃഷ്ണ കഥകളാണ് കഥക് നർത്തകർ അവതരിപ്പിക്കുക.